മൈക്രോസോഫ്റ്റിന് വന്നിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ മൈക്രോസോഫ്റ്റ് AI വിഷൻ എന്താണെന്ന് നോക്കാം. അപ്പോ മൈക്രോസോഫ്റ്റ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അപ്പൊ മൈക്രോസോഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും പല പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ ഒരു സ്റ്റാൻഡ് മനസ്സിലാക്കാൻ പറ്റും. മൈക്രോസോഫ്റ്റ് ആണ് ഈ ChatGPT ഫണ്ട് ചെയ്യുകയും ചെയ്തത്. അപ്പോ അവരാണ് ഇപ്പൊ പൈനിയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. അപ്പോ മൈക്രോസോഫ്റ്റിന്റെ ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാന്ന് നോക്കാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? Microsoft AI vision revolves around empowering every person and organization on the planet to achieve more. ഇവര് പണ്ടും മൈക്രോസോഫ്റ്റായി മാറാനുള്ള ഒരു കാരണം ഇങ്ങനെയാണ്. ലോകത്തുള്ള എല്ലാവരും PC ഉപയോഗിക്കാനും ആ PCയിലൊക്കെ മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയറുകളും ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന വലിയൊരു വിപ്ലവം മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കി 90കളുടെ തുടക്കത്തിൽ. അതവര് വളരെ വലിയൊരു കാലം അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെയാണ് അവര് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായി മാറി. അപ്പോ ഈ AI തുടങ്ങുന്ന ഘട്ടത്തിലും ഇവരുടെ ഒരു പൈനിയറിംഗ് ആസ്പെക്ട്സ് ഉണ്ട്. അവർ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: എംപവറിംഗ് എവരി പേഴ്സൺ ആൻഡ് ഓർഗനൈസേഷൻ ഓൺ ദ പ്ലാനറ്റ്. അതിനുവേണ്ടി അതാണ് അവരുടെ വിഷൻ എന്നാ പറയുന്നത്. ഓക്കെ, അവർ ഒരു 30-40 കൊല്ലം മുമ്പ് അവരുടെ വിഷൻ കാരണമാണ് ലോകത്തുള്ള എല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയും അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയും അവരുടെ പ്രോഡക്റ്റുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന അങ്ങനെ ഒരു സംഭവം മൈക്രോസോഫ്റ്റിൽ നിന്ന് തുടങ്ങി. അതുപോലെ ഒരു വിഷനാണ് ഇപ്പോഴും അവർ വെക്കുന്നത്. This is achieved by building a platform that integrates AI into workflows, enabling bold and transformative application of the technology. A workflow-യിൽ AI integrate ചെയ്യുന്ന കാര്യം പറയുന്നു. ആ മൈക്രോസോഫ്റ്റ് എങ്ങനെയാ അത് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. AI ഡെവലപ്മെന്റിനെ മൈക്രോസോഫ്റ്റ് ഐഡന്റിഫൈസ് ആസ് ബോത്ത് എ പ്ലാറ്റ്ഫോം ആൻഡ് എ പാർട്ട്ണർ കമ്പനി. അവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അവരുടെ പ്ലാറ്റ്ഫോം ഒരു പാർട്ട്ണർ കമ്പനി. ഈവൻ ഇൻ ദ AI era, the company focus on creating foundational platforms that drive innovation and supporting partners to build and expand upon these technologies. അവര് വളരെ പുതിയ പല ഐഡിയോളജിയും കമ്പ്യൂട്ടിങ്ങിന്റെ മേഖലയിൽ കൊണ്ടുവന്നു. അവരാണിത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പൺ ആക്കുകയും ലോകത്തുള്ള എല്ലാവരും സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയൊക്കെ ചെയ്തത് മൈക്രോസോഫ്റ്റിന്റെ ആ ഒരു ഐഡിയയാണ്. ഓപ്പണൈസ് ചെയ്യാന്നുള്ള ഒരു ഐഡിയയാണ്. അവരെ പിന്നെ വന്ന ഓപ്പൺ സോഴ്സുകാരൊക്കെ കോമ്പീറ്റ് ചെയ്തെങ്കിലും അവര് ലോകത്തുള്ള എല്ലാവർക്കും ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കൊടുത്തത്. അപ്പോ ഏതാണ്ട് അതുപോലെ ഇവിടെ ഇന്നോവേഷൻസ് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഫൗണ്ടേഷൻ അവർ കൊടുക്കും, ബിൽഡ് ചെയ്യാനുണ്ട് എന്നാണ് അവർ പറയുന്നത്. അടുത്തത് മൈക്രോസോഫ്റ്റിന്റെ ഒരു AI റിലേറ്റഡ് പ്രോഡക്റ്റ് ആണ് Copilot. Copilot serves as the user interface for AI. അപ്പൊ Copilot AIയുടെ ഒരു യൂസർ ഇന്റർഫേസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആക്ടിങ് ആസ് എൻ ഓർഗനൈസിംഗ് ലെയർ that integrates seamlessly into existing workflows. ആ വർക്ക്ഫ്ലോകളെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു UI ഇന്റർഫേസ് ആയിട്ടാണ് കാണുന്നത്. അത് റീസണിങ്, പ്ലാനിങ്, മൾട്ടി മോഡൽ സപ്പോർട്ട്, മെമ്മറി, അത് നോളജ് വർക്കിനെയും കൊളാബറേഷനെയും ട്രാൻസ്ഫോം ചെയ്യും. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് Copilot മൈക്രോസോഫ്റ്റിന്റെ AI സ്ട്രാറ്റജിയിലുള്ളത്. അപ്പോ അതിലൊരു എക്സാമ്പിൾ പറയാണ് എങ്ങനെയാണ് Copilot ഈ വർക്ക് ഫ്ലോ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. A doctor preparing for a tumor board meeting uses Copilot to organize case reports,
ആ കേസ് റിപ്പോർട്ടുകളെല്ലാം ഓർഗനൈസ് ചെയ്യാൻ കോപ്പൈലറ്റ് ഉപയോഗിക്കുന്നു. ആ കേസിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് അത് ട്യൂമർ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അതിന് വേണ്ടുന്ന അജണ്ട ഫിക്സ് ചെയ്യുന്നു. ബാക്കിയുള്ളവരോട് സംസാരിക്കാനുള്ള, ബാക്കിയുള്ള കൊളീഗ്സ് ആയിട്ടുള്ള, വർക്കേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിക്കും. ആൻഡ് ടേക്ക് ഡീറ്റെയിൽഡ് നോട്ട് ഡ്യൂറിംഗ് ദ മീറ്റിംഗ്. These notes can be seamlessly converted into teaching materials, enhancing both clinical and educational workflows. അപ്പോൾ ഇവിടെ എന്താണ് കോപ്പൈലറ്റ് ചെയ്യുന്നത് എന്നതിന്റെ നല്ല ഒരു ഉദാഹരണം തന്നു. ആ കേസ് റിപ്പോർട്ടുകളെല്ലാം, ആ രോഗിയായിട്ട് ബന്ധപ്പെട്ട, രോഗവുമായിട്ട് ബന്ധപ്പെട്ട കേസ് റിപ്പോർട്ടുകളെല്ലാം അത് കോപ്പൈലറ്റിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത്, അതിന്റെ കോംപ്ലക്സിറ്റിയെ ബേസ് ചെയ്ത് ഒരു അജണ്ട ഫിക്സ് ചെയ്ത്, പിന്നെ ആ മീറ്റിംഗിൽ സംസാരിച്ചതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ മിനിറ്റ്സ് എന്നൊക്കെ പറയുന്ന അതിനും വളരെ മാനുവൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഇവിടെ വളരെ ഹൈടെക് ആയിട്ടുള്ള നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തു. അത് പിന്നീട് ബാക്കിയുള്ളവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതൊരു ടീച്ചിങ് മെറ്റീരിയൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ക്ലിനിക് ആൻഡ് എഡ്യൂക്കേഷൻ വർക്ക് ഫ്ലോസുമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളെ എൻഹാൻസ് ചെയ്യിക്കാൻ കോപ്പൈലറ്റ് ഉപയോഗിക്കും. ഇവിടെ നമ്മൾ പറയുന്നത് ഇത് AI വർക്ക് ഫ്ലോ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഇനി മൈക്രോസോഫ്റ്റ് എങ്ങനെയാണ് അവരുടെ പ്രയോറിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചറിന്റെ അത് പ്രയോറിറ്റൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് എംഫസൈസ് ചെയ്യുന്നത് സ്കെയിലബിൾ ആയിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതിനൊരു ഗ്ലോബൽ റീച്ച് ഉണ്ട്. അതിന് ഒരു 300 ഡേറ്റാ സെന്റേഴ്സ് ഉണ്ട്. ഇത് ആ മൈക്രോസോഫ്റ്റിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ആക്സിലറേറ്റേഴ്സ്, ദ കമ്പനി ഫോക്കസ് ഓൺ റിന്യൂവബിൾ എനർജി. അപ്പൊ അതൊരു എൻവറോൺമെന്റൽ ഫ്രണ്ട്ലി ആയി, സീറോ വേസ്റ്റ് ആണ്, സീറോ വാട്ടർ യൂസേജ് ആണ്, സസ്റ്റൈനബിൾ ആണ്. അപ്പോൾ ഗ്ലോബൽ റീച്ചിലുള്ള, സ്കെയിലബിൾ ആയിട്ടുള്ള, വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള, ഏതാണ്ട് ലോകം മുഴുവൻ 300 ഡേറ്റാ സെന്ററുകൾ ആക്സിലറേറ്റേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡേറ്റ കൺസിഡേർഡ് ക്രിട്ടിക്കൽ ഫോർ AI ഡെവലപ്മെന്റ്. അത് data is essential for all stages of AI, from pre-training to inference. ട്രെയിനിങ്ങിന്റെ സമയത്തിന് മുതൽ ഇൻഫറൻസിൽ എത്തുന്നവരെ ഡേറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. മൈക്രോസോഫ്റ്റിന്റെ ഡേറ്റ എക്കോസിസ്റ്റം, അതിന്റെ അവർ ഉപയോഗിക്കുന്ന ടൂൾസിന്റെ പേരാണ് സ്നോഫ്ലേക്ക്, ഡാറ്റാബ്രിക്സ്. Microsoft data ecosystem support integration with tools like Snowflake, Databricks. Other efficient data pipelines and retrieval augmented generation. ഇത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഡേറ്റ പൈപ്പ്ലൈൻ ഉണ്ട്, റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഡേറ്റ, വൈ ഡേറ്റ ഈസ് ക്രിട്ടിക്കൽ എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരം. എയിൽ ഒരു ഡേറ്റ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ട്. അപ്പൊ അതെങ്ങനെയാ ഇത് അഡ്രസ് ചെയ്യുന്നത്? ഇവർ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെ? മൈക്രോസോഫ്റ്റ് അഡ്രസ് ഇഷ്യൂസ് ലൈക്ക് ഹാലൂസിനേഷൻസ് ആൻഡ് adversarial attacks through groundedness service, confidential computing on GPU, stringent engineering practice. ഇതൊക്കെ വെച്ചിട്ടാണ് അവർ
AI സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത്. ആ ട്രസ്റ്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ടു ബിൽഡ് എ റിലയബിൾ AI സിസ്റ്റം. ഒരു ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെയാ ഇത് അഡ്രസ് ചെയ്യുന്നത്? Microsoft employs a groundedness service with evaluation support, ensuring that AI outputs are anchored in accurate and reliable information. അപ്പൊ അവർക്കൊരു ഗ്രൗണ്ടഡ്നെസ് സർവീസ് ഉണ്ട്, അതിന്റെ കൂടെ ഒരു എവാലുവേഷൻ സപ്പോർട്ട് ഉണ്ട്. അത് എൻഷുർ ചെയ്യുന്നുണ്ട് AI ഔട്ട്പുട്ട്സ്. അങ്ങനെ അത് ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അടുത്തത് ഈ മൈക്രോസോഫ്റ്റിന്റെ മൾട്ടി മോഡൽ കേപ്പബിലിറ്റി ആണ് പറയുന്നത്. Multimodal capability refers to AI system ability to interact across various data types and interfaces. Copilot can integrate, അപ്പോൾ കോപ്പൈലറ്റിന് പല കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ടെക്സ്റ്റ്, ഇമേജസ്, കണ്ടക്സ്വൽ ഡാറ്റ. അതുവഴി ഒരു യൂണിഫൈഡ് ഇന്റർഫേസ് ഫോർ യൂസേഴ്സ് കോപ്പൈലറ്റിന് കൊടുക്കാൻ കഴിയും. ഇതാണ് മൈക്രോസോഫ്റ്റ് എഐയുടെ മൾട്ടി മോഡൽ കേപ്പബിലിറ്റി. Multimodal capability refers to AI systems ability to interact across various data types. അവിടെ വേരിയസ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആകാം, ഇമേജസ് ആകാം, കണ്ടക്സ്വൽ ഡേറ്റ ആകാം. അതിന് ഇന്റർഫേസ്. അപ്പോ കോപ്പൈലറ്റ് ഇതുമായിട്ടെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യും. വളരെ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് യൂസേഴ്സിന് കൊടുക്കുകയും ചെയ്യും. How does Copilot enhance planning and reasoning? Copilot integrates reasoning and planning to automate complex tasks. അതിന് ഉദാഹരണം പറയുന്നുണ്ട്. It can create agendas for meeting. അപ്പോ നമ്മൾ ഇപ്പോഴും ഈ മീറ്റിംഗ് നിശ്ചയിക്കുന്നത് അതിന്റെ ആൾക്കാര് തീരുമാനിക്കുക ചെയ്യുന്നു. ഇവിടെ അങ്ങനെയല്ല, AI ആണ് തീരുമാനിക്കുന്നത്. അതെങ്ങനെ അതിന്റെ പ്രയോറിറ്റീസ് എല്ലാം അനലൈസ് ചെയ്ത് and ensure efficient execution by guiding users through multi-step workflows. അപ്പൊ ഇങ്ങനെ ഒരു രീതിയിലുള്ള അജണ്ട ഫിക്സിങ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഇനി നമ്മൾ പറയാണ് AI എന്റർപ്രൈസ് ആപ്ലിക്കേഷൻസ്. അപ്പോ contract management agents by persistent systems and employee self-service agents. അത് HR, IT which streamline operations and improve productivity. അത് ഈ AI ഡിപ്ലോയ്മെന്റ് ഇൻ എന്റർപ്രൈസസ് ആണ് ഉദ്ദേശിച്ചത്. എന്റർപ്രൈസസിൽ AI ഡിപ്ലോയ്മെന്റ് എങ്ങനെ ചെയ്യും, പിന്നെ മാർക്കറ്റിംഗ് വർക്ക് ഫ്ലോസ് എങ്ങനെ AI ഇംപ്രൂവ് ചെയ്യും. Copilot integrates reasoning and planning to automate complex tasks. For example, it can create agendas for meetings by analyzing priorities and ensure efficient execution by guiding users through multi-step workflow. ഈ AI ഡിപ്ലോയ്മെന്റ് എന്റർപ്രൈസിൽ അതിന്റെ ചില എക്സാമ്പിൾസ് പറയുക. അതിനകത്ത് കോൺട്രാക്ട് മാനേജ്മെന്റ് ഏജന്റ്സ് ബൈ പെർസിസ്റ്റന്റ് സിസ്റ്റം ആൻഡ് എംപ്ലോയി സെൽഫ് സർവീസ് ഏജന്റ്സ് ഇൻ HR ആൻഡ് IT. ഇത് ഓപ്പറേഷൻസിനെയും പ്രൊഡക്ടിവിറ്റിയെ ഇംപ്രൂവ് ചെയ്യുന്നതിനെയും സ്ട്രീംലൈൻ ചെയ്യും. ഇത് ഒരു എന്റർപ്രൈസ് ആപ്ലിക്കേഷനാണ്. AI ഡിപ്ലോയ് ചെയ്യുന്നതിന്റെ ഒരു
മൈക്രോസോഫ്റ്റിന്റെ സൈഡിൽ നിന്നുള്ള ഒരു എന്റർപ്രൈസ് ആപ്ലിക്കേഷൻ. മാർക്കറ്റിംഗ് വർക്ക് ഫ്ലോ എങ്ങനെയാ ചോദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ reduce inefficiencies in content creation and automate complex tasks like buyer segmentation and campaign planning, leading to operational leverage and better outcomes. അപ്പോ കണ്ടന്റ് ക്രിയേഷനിലെ ഇൻഎഫിഷ്യൻസീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റെഡ്യൂസ് ചെയ്യും. പിന്നെ സെഗ്മെന്റേഷന്, ക്യാമ്പയിൻ പ്ലാനിങ്, ഇത് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലാണ് ഇതിലെ വലിയൊരു ഭാഗം ചെയ്യുന്നത്. ഈ ക്യാമ്പയിൻ പ്ലാനിങ് എന്നൊക്കെ പറയുന്നത് അഡ്വർടൈസ്മെന്റിന്റെ ബന്ധപ്പെട്ടിട്ടാണ്. അത് ഓപ്പറേഷൻ ലിവറേജ് ആൻഡ് ബെറ്റർ ഔട്ട്കംസിലേക്ക് നീങ്ങും. ഇതും ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ ഒരു സർവീസാണ് കേട്ടുള്ളത്, അസുർ, AZURE. Azure is positioned as the world's computer. ലോകത്തിന്റെ കമ്പ്യൂട്ടർ ആയിട്ടാണ് അതിനെ പൊസിഷൻ ചെയ്തത്. 60+ regions, 300+ data centers globally. അപ്പോ ഇതിനെ നമ്മൾ ലോകത്തിന്റെ കമ്പ്യൂട്ടർ എന്നാണ് ഈ സംവിധാനത്തിനെ, ഈ മൈക്രോസോഫ്റ്റിന്റെ AI എക്കോസിസ്റ്റത്തിനെ വിളിക്കുന്നത്. അവരിട്ടിരിക്കുന്ന പേര് അസർ, AZURE. How is Microsoft enhancing AI hardware and capabilities? അതെങ്ങനെയാ മൈക്രോസോഫ്റ്റ് ചെയ്യുന്നത്? മൈക്രോസോഫ്റ്റ് collaborates with NVIDIA, NVIDIA. ഓക്കെ, ഈ NVIDIA എന്നുള്ളത് ആൾ ഇന്ത്യയിൽ വന്നപ്പോ അപ്പോഴാണ് ഈ വിദ്യ എന്നുള്ള ഒരു ഇന്ത്യൻ ടേം കാണുകയും അങ്ങനെ ഒരു കണക്ഷൻ എന്തോ ഒരു കാര്യം പറയുന്നത് കേട്ടു. AMD processor and other to innovate AI accelerator, liquid cooling for data centers, custom silicon development. അപ്പോൾ ഇതൊക്കെയാണ് മൈക്രോസോഫ്റ്റ് അവരുടെ സെന്റേഴ്സിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന AI ഹാർഡ്വെയർ കേപ്പബിലിറ്റീസ്. അപ്പോ അവര് NVIDIA ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ ഉണ്ട്. AMD ആ പ്രോസസ്സറൊക്കെ ഉണ്ടാക്കുന്ന അവരുമായിട്ട് കൊളാബറേഷൻ ഉണ്ട്. പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള AI ആക്സലറേറ്റേഴ്സുമായിട്ട് കണക്ഷൻ ഉണ്ട്. പിന്നെ കസ്റ്റം സിലിക്കോൺ ഡെവലപ്മെന്റ് ഉണ്ട്. ഒരു GB200 ക്ലസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു. ഇനി വാട്ട് ഈസ് Copilot സ്റ്റുഡിയോ ആൻഡ് ഹൗ ഡസ് ഇറ്റ് എംപവർ യൂസേഴ്സ്? അപ്പോ ഈ Copilot സ്റ്റുഡിയോ എന്താന്ന് നമുക്ക് നോക്കാം. അത് ഒരു ലോ കോഡ് അല്ലെങ്കിൽ നോ കോഡ് പ്ലാറ്റ്ഫോമാണ്. കുറച്ച് കോഡ് എഴുതാം, അല്ലെങ്കിൽ കോഡ് എഴുതുക വേണ്ട. ബിൽഡിംഗ് AI ഏജൻസിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് Copilot സ്റ്റുഡിയോ. It simplifies workflows by enabling users to create agents tailored to specific tasks. അപ്പോൾ വർക്ക് ഫ്ലോയെ സിംപ്ലിഫൈ ചെയ്യും, ഏജൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഓരോ സ്പെസിഫിക് ടാസ്കിനനുസരിച്ച്. അത് എക്സലിലെ ഒരു സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ എന്നൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ AI ഏജന്റ് അതെങ്ങനെയാ, അതിന്റെ കീ കമ്പോണൻസ് എന്താ? ക്രിയേറ്റിംഗ് ആൻ AI ഏജന്റ് ഇൻവോൾവ്സ് ഡിഫൈനിങ് ഇറ്റ്സ് പർപ്പസ് ത്രൂ പ്രോംപ്റ്റ്. അതിന്റെ പർപ്പസ് എന്താന്ന് പ്രോംപ്റ്റിൽ കൂടെ ഡിഫൈൻ ചെയ്യും. അത് അതിന് റിലവന്റ് നോളജ് സോഴ്സുമായിട്ട് ഒരു ബന്ധം കാണും. ആൻഡ് കോൺഫിഗറിംഗ് ഇറ്റ് യൂസിങ് ലോ കോഡ് ടൂൾസ് ഫോർ ഡിസൈഡ് ഫങ്ഷനാലിറ്റി. ആ ഡിസൈഡ് ഫങ്ഷനാലിറ്റി കിട്ടാൻ വേണ്ടി ലോ കോഡ് ആയിട്ടുള്ള ചില ടൂൾസുമായിട്ട് കോൺഫിഗർ ചെയ്യും. അപ്പോ ഇങ്ങനെയാണ് AI ഏജന്റ് Copilot സ്റ്റുഡിയോയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. How does Microsoft envision AI transforming knowledge workflows? AI will act as a Copilot knowledge workflows by organizing data, providing context-aware insights,
and automating mundane tasks. Mundane task എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? Thereby enhancing productivity and collaboration. ദൈനംദിന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യങ്ങളെ ആണ് ഈ മെയിൻറ്റെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്നാണ് മീനിങ്. എ വിൽ ആക്ട് ആസ് എ കോപൈലറ്റ് ഇൻ നോളജ് വർക്ക്ഫ്ലോസ്, ഓർഗനൈസിംഗ് ഡേറ്റ, പ്രൊവൈഡിങ് കണ്ടക്സ്റ്റ് അവെയർ ഇൻസൈറ്റ്, ആ കണ്ടക്സ്റ്റിന് വേണ്ട ഇൻസൈറ്റ് കൊടുക്കും. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓട്ടോമേറ്റിംഗ് മെയിൻറ്റെയിൻ ടാസ്ക്, അങ്ങനെ പ്രൊഡക്ടിവിറ്റിയും കൊളാബറേഷനും ഒക്കെ എൻഹാൻസ്. ഈ ഇതില് വർക്ക് ഫ്ലോ ഇൻഫോയില് ഇന്നോവേഷനില് ഇവർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ചാറ്റ് പ്ലസ് പേജസ്. Chat plus pages act as an interactive AI first canvas, enabling users to access, organize, and refine data collaboratively in real time. It transforms tools like Word, Excel, and PowerPoint into AI-powered hubs. അതിനെ ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോ ഇതൊരു ഇന്ററാക്റ്റീവ് AI ഫസ്റ്റ് ക്യാൻവാസ് ആണ്. ഇത് ചാറ്റ് പ്ലസ് പേജ് വെച്ചിട്ട് യൂസേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും, ഓർഗനൈസ് ചെയ്യാൻ പറ്റും, റിഫൈൻ ചെയ്യാൻ പറ്റും. വേർഡ്, എക്സൽ, പവർ പോയിന്റിലൊക്കെ വേണ്ട മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഈ ചാറ്റ് പേജസിന് കഴിയും. ഇത് മൈക്രോസോഫ്റ്റ് ഒരു ഇന്ത്യൻ AI എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുക, ഏതാണ്ട് 10 ദശലക്ഷം 1 കോടിയോളം ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുമെന്നാണ് പറയുന്നത്. മൈക്രോസോഫ്റ്റ് എയിംസ് ടു ട്രെയിൻ 10 million പീപ്പിൾ ഇൻ AI skills in India by 2030. The initiative focuses on translating these skills into real-world impact across communities and industries. അതിൽ ഒരു ഇന്ത്യൻ എൻവറോൺമെന്റിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഗിറ്റ് ഹബ് കമ്മ്യൂണിറ്റിയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. ഇന്ത്യ AI പ്രോജക്റ്റുകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഗ്രോയിങ് ഡെവലപ്പർ ബേസും ഇന്നോവേറ്റീവ് സ്റ്റാർട്ടപ്സും ഉള്ളപ്പോ India will be going to play a very important role, pivotal role in advancing all AI adoption. ഇനിയും AIയുടെ സെക്യൂരിറ്റി, മൈക്രോസോഫ്റ്റ് സെക്യൂരിറ്റി എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? Microsoft integrates advanced security measures into its system, including protections against adversarial attacks like prompt injection. ഈ പ്രോംപ്റ്റ് ഇഞ്ചക്ഷൻ അതൊരു മാൽപ്രാക്ടീസ് ആണ്. ഈ SQL ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. അത് ഈ ക്വറി വെബ്സൈറ്റിൽ കൂടെ അല്ല പോകുന്നത്. അതില് ചില ഡേറ്റ ഈ ചിലപ്പോ ചില ആൻസർ എസ് ഓർ നോ എന്ന് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ ഭയങ്കര ഒരു ക്വറിയുടെ റിസൾട്ട് ആയിട്ടായിരിക്കും എസ് ഓർ നോ വരുന്നത്. അപ്പൊ അത് 0യോ 1ഓ മാത്രമാണെങ്കിൽ അതിന് പറ്റിയ ഒരു ക്വറി എടുത്താൽ മതി. അങ്ങനെ ചെയ്യുന്ന ഒരു SQL ക്വറിക്കാണ് ഈ SQL ഇൻജക്ഷൻ എന്നൊക്കെ പറയുന്നത്. അത് നെറ്റിലായതുകൊണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, അങ്ങനെ ഹാക്ക് ചെയ്യാം. അതാണ് ആ SQL ഇഞ്ചക്ഷൻ, പ്രോംപ്റ്റ് ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ സംഭവിക്കുന്നത്. എൻഷുറിംഗ് ദ ഇന്റഗ്രിറ്റി ഓഫ് AI ഔട്ട്പുട്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാ പറയുന്നത്. What is the role of confidential computing in Microsoft AI Stack? Confidential computing ensures that privacy during processing by securing computation, not just CPU but also GPUs, enabling safe and compact compliant AI deployments. Microsoft collaborate with farmers using AI to provide real-time insight on weather, irrigation, pest management through local language interface. Impact on healthcare. AI standardized streamline healthcare process such as claim management, reducing inefficiencies and ensuring timely deliveries of service.
thereby improving patient outcomes. Okay. In the productivity tools parayana, Copilot Workspace is an AI native development that helps developers ideate, create and refine code using natural language. It integrates features like brainstorming, plan generation, multi-file editing, and error resolution. Errors during development. The build and repair agent within Copilot Workspace identifies issues, proposes solutions, and modifies code or tests to resolve errors, ensuring seamless development process. അടുത്തത് AI agents in teams perform tasks such as generating agendas, taking real-world time notes. The facilitator agent manages meeting logistics, including setting agenda, taking notes. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോപ്പൈലറ്റ് ചെയ്യും. AI powered extensibility. Copilot actions are cross-application workflows that automate tasks like information gathering. How does extensibility through Copilot Studio benefit enterprise? Enterprise can create custom AI agent tailored to specific business needs. Microsoft in the data centers അതിൻ്റെ ഒരു സംഭവം കണ്ടതാണ്. Token per dollar per watt. Formula highlights the efficiency of AI operation, correlating infrastructure cost, energy consumption, computational output, return on investment. അത് ആ ബിസിനസ് നടത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന റിട്ടേൺസ് ആണ് പറയുന്നത്. പിന്നെ സെൻട്രൽ സൗത്ത് വെസ്റ്റ് ഇന്ത്യ അക്കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് AI ടൂൾസ് ആൻഡ് ഡെവലപ്പർ എക്കോസിസ്റ്റം. ഈ ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് ശരിക്കും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെ റെവല്യൂഷണൈസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, അത് കോഡിംഗ് ടാസ്കിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ട്. അത് മൾട്ടി ഫയൽ എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. നാച്ചുറൽ ലാംഗ്വേജ് ഇൻപുട്ട് ഫോർ കോഡ് ജനറേഷൻ ഈ ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് വഴി ചെയ്യാൻ പറ്റും. വർക്ക് സ്പേസ് ലെവൽ കൊളാബറേഷൻ ഉണ്ട്, സിഗ്നിഫിക്കൻ്റ്ലി ബൂസ്റ്റിംഗ് ഡെവലപ്പർ പ്രൊഡക്ടിവിറ്റി. അപ്പോ കോഡിങ് നാച്ചുറൽ ലാംഗ്വേജ് ഇൻപുട്ട് വെച്ച് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ കോഡിന്റെ ലോജിക്കോ അങ്ങനെയൊന്നും പറയാതെ. Why is India a key contributor to GitHub AI project? നമ്മളൊരു സെക്കൻഡ് ലാർജസ്റ്റ് GitHub കമ്മ്യൂണിറ്റിയാണ്. ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. Country is growing developer base and technical expertise. Hybrid AI application. ഹൈബ്രിഡ് ആയിട്ടുള്ള AI application നമുക്ക് നോക്കാം. Hybrid AI application that balance local processing on edge device, MPUം CPUം GPUം വെച്ചിട്ട്, and a cloud-based LLM calls ensuring efficiency and scalability. അപ്പോ ലോക്കൽ പ്രോസസ്സിംഗ് എഡ്ജ് ഡിവൈസ് വെച്ചും ക്ലൗഡില് LLM കോൾസും വെച്ച് രണ്ടും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു ഹൈബ്രിഡ് AI ആപ്ലിക്കേഷൻ ആണ് മൈക്രോസോഫ്റ്റിന്റെ വിഷൻ. ഈ Copilot for PCs integrate AI directly into device, offering features like contextual assistance and local model processing, extended battery life, and a seamless user experience. Microsoft principles focus on security, privacy, and AI safety. Then AI outputs are reliable. AI integration in everyday workflow. Microsoft embeds AI into existing tools like Word, Excel,
ആൻഡ് ടീംസ് അറിയാലോ അല്ലെ? ഹലോ ഹലോ ടീംസ് അറിയത്തില്ല? ടീംസ് ഇവരുടെ ഗൂഗിൾ മീറ്റ് പോലെയുള്ള എൻഹാൻസിംഗ് enhancing functionality with features like automated summaries, intelligent suggestions, and collaborative capabilities in real. AI in pages and chats allow users to query data from various sources, organize it into an interactive AI first canvas, and collaborate with colleagues while refining content scenes. ഇതാണ് നമ്മൾ പേജ് ആൻഡ് ചാറ്റ് എന്ന് പറയുന്നത്. പല സോഴ്സിൽ നിന്ന് എടുക്കാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. അടുത്തത് what is the purpose of using AI pages? അടുത്തത് Microsoft foresees personal agents, team agents, and enterprise-wide agents capable of handling tasks like project management, meeting facilitation, and cross-enterprise collaboration. ഇതിനൊക്കെ ഡിഫറെന്റ് ഏജന്റുകളെയാണ് അവർ ഫോർസ് ചെയ്യുന്നത്. പേഴ്സണൽ ഏജൻസ്, ടീം ഏജൻസ്, എന്റർപ്രൈസ് വൈസ് ഏജൻസ്, അത് പ്രോജക്റ്റ് മാനേജ് ചെയ്യാന്, മീറ്റിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യാന്, ക്രോസ് എന്റർപ്രൈസ് കൊളാബറേഷനൊക്കെ ഇങ്ങനെയുള്ള ഏജന്റുകളെ അവര് ഫോർസി ചെയ്യുന്നുണ്ട്. ഹൗ ഡസ് ദ ഇന്റർപ്രറ്റർ ഏജന്റ് എൻഹാൻസ് ടീം കമ്മ്യൂണിക്കേഷൻ? ദ ഇന്റർപ്രറ്റർ ഏജന്റ് എലിമിനേറ്റ്സ് language barriers by providing a real-time speech interpretation. ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ലാംഗ്വേജ് ബാരിയേഴ്സ് എലിമിനേറ്റ് ചെയ്യും. enabling team members to communicate seamlessly in different language. അത് ആ ഇന്റർപ്രറ്റർ ഏജന്റിനെ കൊണ്ടുള്ള പ്രയോജനമാണ്. AI transform customer service workflow. AI automate routine tasks like ticket generation, knowledge-based queries, and custom interactions. അതിനൊരു എക്സാമ്പിൾ പറയുക. ഹലോ Employee self-service agent in Copilot allows employees to resolve ഈ കോപ്പൈലറ്റിനെ കുറിച്ച് ഐഡിയ ഉണ്ടോ? കോപ്പൈലറ്റിനെ കുറിച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനൊക്കെ ഉപയോഗിച്ചേ? മെയിൻലി കോഡിങ്ങിന് യൂസ് ചെയ്യില്ല, അത് അത്ര എഫക്റ്റീവ് അല്ല. ജസ്റ്റ് ഇപ്പൊ നമുക്കതും നെറ്റായിട്ട് മെയിൻലി ഇത് ഇന്റർനെറ്റ് ഇപ്പൊ അധികം എടുക്കുന്നത് കണ്ടന്റല്ലോ, അങ്ങനത്തെ സെർച്ചിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അത് കോഡ് ജനറേറ്റ് ചെയ്യില്ലേ? കോഡ് ജനറേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ആ ChatGPT ആ ലെവലെത്തൂലേ, അതുകൊണ്ട് ഞാൻ അത് അതിന് യൂസ് ചെയ്യില്ല, കണ്ടന്റിന് മാത്രം. ഓക്കെ, ഇത് ഈ ഗിറ്റ്ഹബ് കോപ്പൈലറ്റോ? ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് യൂസ് ചെയ്യില്ല, അതായിരിക്കും കൂടുതൽ കോഡ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ ഈ ട്രാവൽ ആൻഡ് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി AI ആണ്. ബുക്കിംഗ്സ്, ഇറ്റിനറീസ്, കസ്റ്റമർ പ്രിഫറൻസ് യൂസിങ് മൾട്ടി ഏജന്റ് ഫ്രെയിംവർക്ക്, അത് യൂസർ എക്സ്പീരിയൻസും ഓപ്പറേഷണൽ എഫിഷ്യൻസിയും പ്രൊവൈഡ് ചെയ്യും. നിങ്ങളുടെ പ്രോജക്റ്റിന് ഇതുമായിട്ട് ബന്ധമുണ്ടല്ലോ. ഈ ഇറ്റിനറീസ് ജനറേറ്റ് ചെയ്യണം, കസ്റ്റമർ പ്രിഫറൻസും ഒക്കെ ഉണ്ടല്ലോ അല്ലേ നിങ്ങളുടെ പ്രോജക്റ്റില്? അപ്പോ ആ ഏജന്റ് ഏതാ? ട്രാവൽ ഹോസ്പിറ്റൽ കോംപ്ലക്സ് മൾട്ടി ഏജന്റ് ഫ്രെയിംവർക്ക്.
മൾട്ടി ഏജന്റ്. പിന്നെ ഇത് മോഡേൺ അഗ്രികൾച്ചറിൽ അത് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. റിയൽ ടൈം. പിന്നെ കമ്മിറ്റ്മെന്റ് അവര് ഇന്ത്യയില് ഏതാണ്ട് 1 കോടി ആൾക്കാർക്ക് AI ട്രെയിനിങ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇത് നേരത്തെ പറഞ്ഞത്. ഓക്കെ. മാർക്കറ്റിംഗിൻ്റെ പറഞ്ഞു. കോപൈലറ്റ് അനാലിറ്റിക്സ്. Copilot Analytics tracks usage patterns and correlate them with the business outcomes, providing insight into how AI tools improve efficiency and drive return on investment. Return on investment എന്ന് പറയുന്നത് ഒരു ബിസിനസ് ടേം ആണ്. മുടക്കുന്ന പൈസക്ക് എത്രത്തോളം റിട്ടേൺ കിട്ടും അങ്ങനെ പറയുന്നതിനാണ് ROI പറയുക. AI for developers and startups. GitHub Copilot provide for developers. GitHub Copilot offers natural language coding. ഈ നാച്ചുറൽ ലാംഗ്വേജ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മളുടെ ഭാഷ ഉപയോഗിക്കുന്ന പോലെ കോഡ് ചെയ്യാം. അതാണല്ലോ അതിന്റെ അർത്ഥം. മൾട്ടി ഫയൽ എഡിറ്റിംഗ്, ബ്രെയിൻ സ്ട്രോമിംഗ്, പ്ലാൻ ജനറേഷൻ, എറർ റെസൊല്യൂഷൻ, ഇതൊക്കെ GitHub Copilot ചെയ്യുന്നു. ഇവര് ഇന്ത്യയിലെ AI സപ്പോർട്ടിംഗ് സ്റ്റാർട്ടപ്സിനെ Copilot സ്റ്റുഡിയോ ടു ബിൽഡ് കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ ഫോർ ഫിനാൻസ് അങ്ങനെയൊക്കെയുള്ള സംഭവത്തിലേക്ക് അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊഡക്ടിവിറ്റി ഇൻ മാർക്കറ്റിംഗ്,